ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കേരള ടീം നോക്കൌട്ട് റൗണ്ടിലെത്താതെ പുറത്താവുകയും ചെയ്തിരിക്കുകയാണ്. സഞ്ജു സാംസൺ നയിച്ച കേരള ടീമിൽ മാച്ച് വിന്നർമാരായ ഒരുപിടി താരങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും ഗ്രൂപ്പ് ഘട്ടം കടക്കാനാകാതെ കേരളത്തിന് പുറത്താകേണ്ടി വന്നിരിക്കുകയാണ്. ബാറ്റർ എന്ന നിലയിൽ സഞ്ജുവിന് കേരളത്തിന്റെ കുപ്പായത്തിൽ അത്ര മികച്ച പ്രകടനം പുറത്തെടുക്കാനാകാത്തൊരു ടൂർണമെന്റ് കൂടിയായിരുന്നു ഇത്. ഓപ്പണിംഗ് റോളിൽ ശരാശരി പ്രകടനം മാത്രമേ സഞ്ജുവിന് കാഴ്ചവെക്കാൻ സാധിച്ചുള്ളൂ. ഇന്ത്യൻ T20 ടീമിലേക്ക് വിക്കറ്റ് കീപ്പർ റോളിലേക്ക് മത്സര രംഗത്തുള്ള ഇഷാൻ കിഷനും ജിതേഷ് ശർമ്മയും മുസ്താഖ് അലി ട്രോഫിയിൽ വിവിധ ടീമുകൾക്കായി കളിക്കാനിറങ്ങിയിരുന്നു. ഇരുവരും എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നും അവരുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്നുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇന്ത്യൻ കുപ്പായത്തിൽ അവസാനം കളിച്ച 2 T20 പരമ്പരകളിലും ഓപ്പണറായി ഇറങ്ങി 3 സെഞ്ചുറികളുമായി കസറിയ ശേഷമാണ് സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന് വേണ്ടിയും സഞ്ജു സാംസൺ ഇതേ റോളിൽ തന്നെ കളിക്കാൻ ഇറങ്ങിയത്. പക്ഷേ ഇന്ത്യൻ ജേഴ്സിയിൽ കണ്ടതുപോലെയൊരു പ്രകടനം അദ്ദേഹത്തിന് കേരളത്തിനായി പുറത്തെടുക്കാനായില്ല. ഗ്രൂപ്പ് ഘട്ടത്തിലെ 6 മത്സരങ്ങളിൽ 5 കളിയിലാണ് സഞ്ജു കളിച്ചത്. നാഗാലാൻഡുമായുള്ള മത്സരത്തിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. 5 ഇന്നിംഗ്സുകളിൽ നിന്നും സഞ്ജുവിന് സ്കോർ ചെയ്യാനായത് വെറും 136 റൺസ് മാത്രം. ഒരു അർദ്ധ സെഞ്ചുറി മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുള്ളൂ. 149.45 ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ സഞ്ജുവിന്റെ പ്രകടനമെടുത്താൽ ചെറിയ ടീമുകൾക്കെതിരെ മാത്രമേ തിളങ്ങാനായിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ശക്തരായ എതിരാളികൾക്കെതിരെ കളിച്ചപ്പോൾ അദ്ദേഹം ഫ്ലോപ്പാവുകയും ചെയ്തു. ദുർബലരായ സർവീസസുമായുള്ള മത്സരത്തിലാണ് സഞ്ജു ഏക 50 കുറിച്ചത്. 45 പന്തിൽ 75 റൺസ് അദ്ദേഹം അടിച്ചെടുത്തു. ഇതിനുശേഷം ഗോവയ്ക്കെതിരെ 14 പന്തിൽ 31 റൺസും താരം സ്കോർ ചെയ്തു. എന്നാൽ മുംബൈ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ കരുത്തരായ ടീമുകൾക്കെതിരെ സഞ്ജു ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. മഹാരാഷ്ട്രക്കെതിരെ 15 പന്തിൽ 19 റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ. ശ്രേയസ് അയ്യരുടെ മുംബൈക്കെതിരെയും സഞ്ജു നനഞ്ഞ പടക്കമായി മാറി. 4 റൺസ് മാത്രമാണ് കേരള ക്യാപ്റ്റൻ നേടിയത്. ആന്ധ്രയുമായുള്ള അവസാനത്തെ മത്സരത്തിലും സഞ്ജു ക്ലിക്കായില്ല. 12 പന്തിൽ 7 റൺസ് മാത്രമെടുത്ത് അദ്ദേഹം ക്രീസ് വിടുകയായിരുന്നു. സഞ്ജു സാംസണുമായി താരതമ്യം ചെയ്തപ്പോൾ ഇന്ത്യയുടെ മുൻ ഓപ്പണറും T20യിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുമായിരുന്ന ഇഷാൻ കിഷൻ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ കാഴ്ചവെച്ചത്. ജാർഖണ്ഡിന് വേണ്ടിയാണ് താരം കളിക്കാനിറക്കിയത്. 6 മത്സരങ്ങളിൽ നിന്നും 161 റൺസ് ഇഷാൻ സ്കോർ ചെയ്തു. നേടിയ റൺസിൽ മാത്രമല്ല സ്ട്രൈക്ക് റേറ്റിലും സഞ്ജുവിനേക്കാൾ മുകളിലാണ് അദ്ദേഹം. 167.70 സ്ട്രൈക്ക് റേറ്റ് ഇഷാനുണ്ട്. ഒരു 50 അദ്ദേഹം കുറിച്ചിട്ടുള്ളത്. ഉയർന്ന സ്കോർ പുറത്താകാതെ നേടിയ 77 റൺസുമാണ്. അതേസമയം വിദർഭയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിരുന്നു ജിതേഷ് ശർമ്മ. ഫിനിഷറുടെ റോളിലായിരുന്നു അദ്ദേഹത്തിന് ടീമിൽ അവസരം ലഭിച്ചത്. നിർണായക ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ താരത്തിന് സാധിക്കുകയും ചെയ്തു. 5 മത്സരങ്ങളിൽ നിന്നും 229.62 എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിൽ 124 റൺസാണ് ജിതേഷിന്റെ പേരിൽ കുറിക്കപ്പെട്ടത്.